ഹലോ മക്കളെ, ടെല ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോണ പുതിയ ചാപ്റ്ററാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, AC. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. വളരെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് AC എന്ന് പറയുന്നത്. നല്ല കോൺസെപ്റ്റുകളാണ്. പെട്ടെന്ന് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു കാര്യം പോലും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ഡെറിവേഷൻ പോലും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ടിനെ പറ്റിയാണ്. നമുക്ക് നോക്കാം എന്താണ് RMS വാല്യൂ, എന്താണ് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും RMS വാല്യൂ മീൻ ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യമേ നോക്കാം. ഇവിടെയാണെങ്കിൽ ഞാൻ പറയുകയാണ് AC വോൾട്ടേജ് എന്ന് പറയുകയാണ്. നമുക്കറിയാം DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു സെല്ലുണ്ട്, ഒരു സെല്ല് എടുക്കാൻ പോവുകയാണ്. തിക്നെസ് കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഞാനാണെങ്കിൽ ഒരു സെല്ല് എടുക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ഒരു സെല്ലെടുത്തു. ഇതൊരു സെല്ലാണ് മക്കളെ. ഈ സെല്ലിന് ഞാൻ 2 വോൾട്ടേജ് ഉള്ള സെല്ലാണെന്ന് വിചാരിക്കും. അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സമയം എത്ര കഴിഞ്ഞാലും വോൾട്ടേജിൻ്റെ വാല്യൂ എപ്പോഴും എത്ര ആയിരിക്കും? ഇവിടെ 2 വോൾട്ട് ആയിരിക്കും. എത്ര സമയം കഴിഞ്ഞ് അങ്ങോട്ട് പോയാലും വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനിയാണെങ്കിൽ ഞാൻ ഇതിന് പകരമാണെങ്കിൽ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു AC സോഴ്സാണ്. എന്താണ് ഞാൻ ഇങ്ങനെ വരച്ചതിൻ്റെ മീനിങ് എന്താണ്? ഇത് DC സോഴ്സ് ആയിരുന്നു. ഇതെന്തായിരുന്നു? ഇത് AC സോഴ്സാണ്, AC ആണ്. അപ്പം AC-ൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ എനിക്ക് ഒരിക്കലും 2 വോൾട്ട് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞൊരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. AC വോൾട്ടേജ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? V which is equal to V0 sin ωt എന്നാണ് എഴുതുന്നത്. സോ ഒരു സൈൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്താടാ? ഈ സൈൻ കിടക്കുന്നത് കണ്ടോ? അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞത് നമ്മൾ ഗ്രാഫ് വരച്ചാൽ ആരെ ഗ്രാഫ് വരയ്ക്കേണ്ടി വരും? സൈൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ടി വരും. സോ വോൾട്ടേജ് വരയ്ക്കണമെങ്കിൽ നമ്മൾ സൈൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ടി വരും. നമുക്കറിയാം സൈൻ 90 ആകുമ്പോൾ എന്ത് ചെയ്യും? സൈൻ 90ൽ മാക്സിമം വാല്യൂ കിട്ടും. ശരിയാണോ? സൈൻ 90 1 ആണ് മക്കളെ. ഇത് 1 ആയി മാറും. ഇവിടെ സൈൻ 90 ആകുമ്പോൾ ഇത് 1 ആയിട്ട് മാറും. ഇത് 1 ആണെങ്കിൽ മാക്സിമം വോൾട്ടേജ് എത്രയായിരിക്കും? V0 ആയിരിക്കും. മിനിമം വോൾട്ടേജ് എത്ര? ഇത് -1 ആവും അല്ലേ? സൈൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? -1 ആണ്. സോ -1 ആകുമ്പോൾ എന്ത് ചെയ്യും? -1 ഇൻറ്റു V0 -V0 ആയിട്ട് മാറും. സോ AC വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ സമയം മാറുന്നതനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് സൈക്കിളും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. നമ്മളതിനെ ഫംഗ്ഷൻ രൂപത്തിലാണെങ്കിൽ EMI ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ ഫംഗ്ഷൻ രൂപത്തിൽ നമ്മൾ AC വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്തായിരുന്നു. നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 10th പഠിക്കുന്നതാണ്. AC വോൾട്ടേജ് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൻ്റെ ഫംഗ്ഷണൽ ഒരു ഫോർമുല രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ രീതിയിലാണെങ്കിൽ നമ്മൾ വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. നിങ്ങൾക്കറിയാം ഇവിടെയാണെങ്കിൽ എത്ര പോസിറ്റീവ് വാല്യൂ ഉണ്ടോ അത്രയും നെഗറ്റീവ് വാല്യൂസ് ഇവിടെ ഉണ്ട്. ശരിയാണോ? ഒരു ഫുൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര പോസിറ്റീവ് വാല്യൂ ഉണ്ടോ അത്രയും എന്തുണ്ട്? നെഗറ്റീവ് വാല്യൂ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് മക്കളെ, എത്രയാണ് ഇതിൻ്റെ വാല്യൂ? AC വോൾട്ടിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സാർ ഓരോ സമയത്തും ഓരോ വോൾട്ടേജ് ആണ്. സാർ നോക്കിക്കഴിഞ്ഞാൽ സാറിന് മനസ്സിലാകും ഓരോ സമയത്തും ഓരോ വോൾട്ടേജ് ആണ്. സമയം മാറുന്നതനുസരിച്ച് വോൾട്ടേജിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജ് പറയാൻ സാധ്യമാണോ മക്കളെ? അല്ല. സോ AC വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം മാറുന്നതനുസരിച്ച് Tൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് Vൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജ് പറയണത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ? അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് പറയുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയും സാർ ആവറേജ് വാല്യൂ എടുത്താലും മതി. ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് എടുത്താലും മതി. ഇങ്ങനെ കുറേ വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുത്താലും മതി. ഞാൻ പറഞ്ഞു ശരി മക്കളെ, നമുക്ക് ഇതിൻ്റെ ആവറേജ് എടുക്കാം. കുറേ വാല്യൂ ഉണ്ട്. ഞാൻ ചോദിക്കുകയാണ് AC വോൾട്ടിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വോൾട്ടേജിൻ്റെ വാല്യൂ ഉണ്ടായതുകൊണ്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആവറേജ് വാല്യൂ എടുക്കാൻ തീരുമാനിച്ചു. ഇത് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നിങ്ങൾ പറയും സാർ എല്ലാ വോൾട്ടേജ് ആഡ് ചെയ്യണം. ഈ പറയുന്ന വോൾട്ടേജ് എല്ലാം V1 ഉണ്ട്, V2 ഉണ്ട്, അങ്ങനെ ധാരാളം വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് എല്ലാം ആഡ് ചെയ്യണം. വോൾട്ടേജ് എല്ലാം എന്ത് ചെയ്യണം മക്കളെ? ആഡ് ചെയ്യണം. അങ്ങനെ ധാരാളം വോൾട്ടേജ് ഉണ്ട്. അവയെ ആഡ് ചെയ്തിട്ട് ആ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം.
അപ്പോൾ സാറിന് ആവറേജ് കിട്ടും. മക്കൾ നമുക്കറിയാം എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവും ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എണ്ണം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. കാര്യം എന്താണ്? എത്ര പോസിറ്റീവ് വാല്യൂസ് ഉണ്ടോ അത്രയും എന്തുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. സോ നമ്മൾ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കും, എന്ത് സംഭവിക്കും? 0 ആയി പോകും. ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഓവർ എ സൈക്കിൾ, ഒരു ഫുൾ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയി പോകും. സോ നമുക്ക് മനസ്സിലായി വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ 0 ആണോ? വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ 0 ആണോ? എങ്ങനെ മനസ്സിലാവും? നോക്ക്, വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കും. ഇതൊരു റെസിസ്റ്ററാണ്, R എന്ന റെസിസ്റ്റർ ഉണ്ട്. അതിലൂടെയാണെങ്കിൽ I എന്നൊരു കറണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഉറപ്പായും ഇതെന്തുണ്ടാക്കും? ഹീറ്റിനെ ഉണ്ടാക്കും. ശരിയാണോ? ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? I² RT. അല്ലെങ്കിൽ നമുക്ക് പറയാം V² ഡിവൈഡ് ബൈ R ഇൻറ്റു T. ശരിയാണോ? ഇതൊക്കെ ഹീറ്റിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഞാൻ പറയുകയാണ് AC കറണ്ട് കടത്തിവിടാൻ പോവുകയാണ്. ഞാൻ ആരെ കടത്തിവിടാൻ പോവുകയാണ്? AC കടത്തിവിടാൻ പോവുകയാണ്. മക്കളെ അങ്ങനെ AC കടത്തി വിട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് ACയുടെ ആവറേജ് വാല്യൂ 0 ആണെങ്കിൽ, ACയുടെ വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ 0 ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് അല്ലെങ്കിൽ പവറിന്റെ ആണെങ്കിൽ ആവറേജ് വാല്യൂ 0 ആയിരിക്കണം. സോ വിന്റെ ആവറേജ് വാല്യൂ 0 ആണെങ്കിൽ ആര് 0 ആയിരിക്കണം? പവർ 0 ആയിരിക്കണം. ഹീറ്റ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. AC കടത്തി വിട്ടാലും ആരുണ്ടാവുന്നുണ്ട്? ഇവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. അതായത് ആവറേജ് വാല്യൂ ഓവർ എ സൈക്കിൾ എന്തല്ല, ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതല്ല കറക്റ്റ് ആൻസർ. മനസ്സിലായോ? സാധാരണഗതിയിൽ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര പോസിറ്റീവ് വാല്യൂ ഉണ്ടോ അത്ര എന്തുണ്ട്? നെഗറ്റീവ് വാല്യൂ ഉണ്ട്. അങ്ങനെയെങ്കിൽ ആകെ വാല്യൂ എടുക്കുമ്പോൾ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ആവറേജ് വാല്യൂ ഓവർ എ സൈക്കിൾ, AC വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? 0 കിട്ടും. നമുക്ക് മനസ്സിലായി ആക്ച്വലി റിയൽ കേസിലാണെങ്കിൽ വോൾട്ടേജിന് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. വോൾട്ടേജിന് വാല്യൂ ഉണ്ട്, ഹീറ്റ് വരുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിൽ ആവറേജ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും അരിത്തമെറ്റിക് ആവറേജ്, ഈ രീതിയിൽ കണ്ടുപിടിക്കുന്ന ആവറേജിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് ആവറേജ്. അരിത്തമെറ്റിക് ആവറേജ് ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ സഹായിക്കുന്നതാണ് മറ്റൊരു ആവറേജ് ഉണ്ട്, അതാണ് RMS വാല്യൂ. സോ RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് കണ്ടുപിടിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ്. എപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്? എപ്പോഴെങ്കിലും അരിത്തമെറ്റിക് ആവറേജ്, ഈ രീതിയിൽ നിങ്ങൾ ആവറേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് 0 ആയി പോകുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം റിയൽ സെനാരിയോയിലാണെങ്കിൽ ഒരു ആവറേജ് വാല്യൂ ഉണ്ട് താനും. അങ്ങനെയെങ്കിൽ അരിത്തമെറ്റിക് ആവറേജിന് പകരമായിട്ട് നമ്മൾ എടുക്കുന്ന ആവറേജ് രീതിയാണ് RMS ആവറേജ്. സോ RMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ. കാണിച്ചു തരാം എന്താണെന്ന്. സോ നമുക്ക് ഈ കാര്യം മനസ്സിലായില്ലേ? അതായത് AC കടത്തി വിട്ടാലും എന്തുണ്ടാവുന്നുണ്ട്? ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. അതായത് V² ഡിവൈഡ് ബൈ R ഇൻറ്റു Tക്ക് എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. സോ വിന്റെ ആവറേജ് വാല്യൂ എന്തല്ല, ഇവിടെ ആവറേജ് പവർ ഉണ്ടാവുന്നുണ്ട്, ആവറേജ് ഹീറ്റിന്റെ വാല്യൂ ഉണ്ടാവുന്നുണ്ട്. അതായത് ആവറേജ് വോൾട്ടേജ് ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് മനസ്സിലായി സാധാരണഗതിയിൽ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടുന്നുണ്ട്. ആ രീതിയിൽ ആവറേജ് കണ്ടുപിടിച്ചാൽ ശരിയായ രീതിയല്ല. അപ്പോൾ നമ്മൾ മറ്റൊരു ആവറേജ് കണ്ടുപിടിക്കുകയാണ്, അതാണ് RMS ആവറേജ്. മക്കളെ മനസ്സിലായോടാ? RMS ആവറേജ് അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ ആവറേജ്. സോ റൂട്ട് മീൻ സ്ക്വയർ ആവറേജ് എന്താ പറഞ്ഞിരുന്നു നോക്കാം. ഇതിനെ ഇങ്ങനെ പറയണം, റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് മീൻ സ്ക്വയർ. മക്കളെ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. മലയാളത്തിലാണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്ക്വയർ എടുക്കണം. ആരുടെ സ്ക്വയർ എടുക്കണം? നമുക്കറിയാം കുറേ വോൾട്ടേജ് ഉണ്ട്. V1, V2, V3 അങ്ങനെ 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 കുറേ വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിന്റെ എല്ലാം സ്ക്വയർ എടുക്കണം. സോ മൈനസ് വോൾട്ടേജ് എല്ലാം എന്തായി മാറും മക്കളെ? പ്ലസ് ആയിട്ട് മാറും. മൈനസ് വോൾട്ടേജുകളെല്ലാം എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ ആണെങ്കിൽ മീൻ എടുക്കണം. സോ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം മക്കളെ? ഡിവൈഡ് ചെയ്യണം. സോ സ്ക്വയർ എടുത്തതിൻ്റെ എന്തെടുക്കണം? മീൻ എടുക്കണം. സോ ആദ്യമേ സ്ക്വയർ എടുത്തു, സ്ക്വയർ എടുത്തതിൻ്റെ മീൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ സ്ക്വയറിന്റെ ഇഫക്റ്റ് ഇല്ലാതാക്കി മാറ്റാനായിട്ട് എന്തെടുക്കണം? നമുക്ക് റൂട്ട് എടുക്കണം. സോ എന്തെടുക്കണം? റൂട്ട് എടുക്കണം. ഈ രീതി വിളിക്കുന്ന പേരാണ് എന്ത്? VRMS, RMS വോൾട്ടേജ്. ഇപ്പൊ 0 ആയി പോകുമോ? ഇല്ല. എന്തുകൊണ്ടാണ് 0 ആയി പോകാഞ്ഞത്? നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ എടുത്തു, സ്ക്വയർ എടുത്തതിന്റെ മീൻ എടുത്തു, മീൻ എടുത്തതിന്റെ റൂട്ട് എടുത്തു. ഇംഗ്ലീഷിൽ പറയാം, തിരിച്ചു പറയണം, റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്.
അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? RMS വാല്യൂ കിട്ടും. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വിച്ച് ഈസ് ഈക്വൽ ടു മാക്സിമം വോൾട്ടേജിന്റെ √2 ടൈംസ് ആയിരിക്കും. എത്രയാണ്? മാക്സിമം വോൾട്ടേജിന്റെ √2 ടൈംസ് ആണ്. സോ നമുക്കതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. എന്താണ്? RMS വോൾട്ടേജ് വിച്ച് ഈസ് ഈക്വൽ ടു V0 മാക്സിമം വോൾട്ടേജ്. ശരിയാണോ? V0 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇതാണ് V0. മാക്സിമം വോൾട്ടേജ് ആണ് V0. സോ ഇത് മാക്സിമം വാല്യൂ ആണ്. സോ മാക്സിമം വോൾട്ടേജ് ഡിവൈഡ് ബൈ √2 ആണ്. ഇതുപോലെ നമുക്ക് IRMSും പറയാം, ആവറേജ് വാല്യൂ ഓഫ് കറണ്ടും പറയാം, RMS വാല്യൂ ഓഫ് കറണ്ടും പറയാം. എങ്ങനെ പറയാം? IRMS which is equal to I0 maximum value of current divided by √2. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് RMS വാല്യൂ. RMS വാല്യൂ എന്നാൽ ആവറേജ് വാല്യൂ തന്നെയാണ്. പക്ഷെ മറ്റൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആവറേജ് കണ്ടുപിടിക്കുകയാണ്. AC-യുടെ ഒരു സൈക്കിളിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? RMS വാല്യൂ എന്ന് പറയുന്നത്. RMS വാല്യൂ ഓഫ് വോൾട്ടേജ് എത്രയാണ്? V0 ഡിവൈഡ് ബൈ √2 ആണ്. അതുപോലെ I0 ഡിവൈഡ് ബൈ √2 ആണ് RMS വാല്യൂ ഓഫ് കറണ്ട്. നമ്മൾ വീട്ടിൽ നിങ്ങൾ ചോദിക്കുകയാണ് മക്കളെ നിങ്ങളുടെ വീട്ടിൽ എത്ര വോൾട്ടേജ് ഉണ്ട്? അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് പറയുന്നത് എന്താണ്? സാർ ഞങ്ങളെ വീട്ടിൽ 230 വോൾട്ടേജ് ഉണ്ടെന്ന് പറയത്തില്ലേടാ. ഈ 230 എന്താണ് ആക്ച്വലി? അത് RMS വാല്യൂ ആണ്, ആവറേജ് വാല്യൂ ആണ്. കാര്യം നമ്മുടെ വീട്ടിൽ വരുന്ന സൈക്കിൾ ഇങ്ങനെയാണ് വരുന്നത്. ഓരോ സമയത്തും വോൾട്ടേജിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? നമ്മൾ എന്ത് പറയും? നമ്മൾ RMS വാല്യൂ പറയും. സോ നിങ്ങൾ AC-യുടെ വോൾട്ടേജ്, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്? RMS വാല്യൂ ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ശരി, നമുക്ക് നോക്കാം അതിന്റെ ഡെഫിനിഷൻ നോക്കാം. അവിടെ RMS വോൾട്ടേജ് ആൻഡ് കറണ്ട്. നോക്കി എന്താ പറയുന്നേ? AC അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വേരീസ് വിത്ത് ടൈം. സമയം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്? AC വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ കമ്പാരിസൺ വിത്ത് DC-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ഡിഫൈൻ RMS റൂട്ട് മീൻ സ്ക്വയർ വാല്യൂസ്. കാര്യം DC-ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ പറയാൻ കഴിയും. 2 വോൾട്ട് എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് ആണ് DC-യിൽ. പക്ഷേ AC-യിൽ അങ്ങനെയല്ല. AC-യിൽ ഓരോ സമയത്തും വോൾട്ടേജിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ DC-യുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഒരു പർട്ടിക്കുലർ വാല്യൂ പറയേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂ പറയുവാനായിട്ട് നമ്മൾ എന്തെടുക്കും? റൂട്ട് മീൻ സ്ക്വയർ വാല്യൂസിനെ കൺസിഡർ ചെയ്യും. RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി പറയാൻ പോവാണ്. RMS വാല്യൂ ഓഫ് കറണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഡെഫിനിഷൻ ആണ്. RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ഇങ്ങനെ പറയാം, ഇതേ രീതിയിൽ RMS വാല്യൂ ഓഫ് കറണ്ടും പറയാം. ഡെഫിനിഷൻ എങ്ങനെ പറയുന്നത്? അപ്പോൾ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടോടാ, ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിലൂടെ ഞാൻ DC കടത്തിവിടാൻ പോവുകയാണ്, കറണ്ട് കടത്തിവിടാൻ പോവുകയാണ്, DC കടത്തിവിടാൻ പോവുകയാണ്. ഇവിടെയാണെങ്കിൽ റെസിസ്റ്റർ ഉണ്ട്. ഇത് റെസിസ്റ്റർ ആണ്. റെസിസ്റ്റർ അങ്ങോട്ട് മാറ്റി വരയ്ക്കാം. നോക്ക്, ഇത് റെസിസ്റ്റർ ആണ്. ഈ റെസിസ്റ്ററിലൂടെ ഈ DC കറണ്ട് കടത്തിവിടുകയാണ്. അപ്പോൾ ഉറപ്പായി എന്ത് ചെയ്യും? ഹീറ്റ് ഉണ്ടാകും. ശരിയാണോ? അതുപോലെയാണെങ്കിൽ ഞാൻ ഇവിടെയാണെങ്കിൽ കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തിവിടാൻ പോവുകയാണ്. കറണ്ട് എന്താണ്? AC കറണ്ടാണ്. അവിടെ ഞാനൊരു റെസിസ്റ്റർ കൊണ്ടുവെക്കാൻ പോവുകയാണ്. സോ ഇവിടെയാണെങ്കിൽ ഹീറ്റ് ഉണ്ടാവത്തില്ലേ? ഇവിടെ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. മക്കളെ, ഈ രണ്ട് ഹീറ്റ്, ഈ ഹീറ്റും ഒരേപോലെയാണെന്ന് കരുതിക്കോ. ഈ രണ്ട് ഹീറ്റ് ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ ഈ റെസിസ്റ്റർ ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ ഈ DC കറണ്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള AC കറണ്ടാണ് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞുകൂടെ? റെസിസ്റ്ററിന്റെ വാല്യൂ സെയിം ആണ്. ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റും സെയിം ആണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ? ആ DC കറണ്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള AC കറണ്ടാണ് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാര്യം AC കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? സമയത്തിനനുസരിച്ച് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. DC ആണെങ്കിലോ സമയത്തിനനുസരിച്ച് ഡയറക്ഷൻ മാറുകയേയില്ല, എപ്പോഴും ഡയറക്ഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിന് പകരം നമുക്ക് സ്റ്റഡി ആയിട്ട് ഒരു DC കറണ്ടുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കമ്പയർ ചെയ്യാം. ഈ കമ്പാരിസനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ അഥവാ ആവറേജ് വാല്യൂ. കൂടിയും കുറയുന്നതിനും പകരം ഒരൊറ്റ വാല്യൂ, ആവറേജ് വാല്യൂ. ഓക്കെ ആണോ?
സോ ഇങ്ങനെ പറയാം RMS value of current is equal to that is steady DC current. കണ്ടോ, ഒരു steady DC current which produces same heat. കണ്ടോ, സെയിം ഹീറ്റിംഗ് എഫക്റ്റ്. ഇതാണ് അത് സെയിം ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ് ഇൻ എ റെസിസ്റ്റർ as AC does in a one cycle. സോ AC ഒരു സൈക്കിൾ ചെയ്യുമ്പോൾ എന്തുമാത്രമാണോ ഹീറ്റ് ഉണ്ടാവുന്നത്, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ DC പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഈ DC കറണ്ടിനെ വിളിക്കുന്ന പേരാണ് AC-യുടെ ആവറേജ് വാല്യൂ. മനസ്സിലായോ? ഈ DC കറണ്ടിനെ വിളിക്കുന്ന പേരാണ് AC-യുടെ ആവറേജ് വാല്യൂ. സോ ഈ DC കറണ്ടിനെ വിളിക്കുന്ന പേരാണ് AC-യുടെ ആവറേജ് വാല്യൂ. കണ്ടീഷൻ എന്താണ്? സെയിം റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് സെയിം ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ DC കറണ്ടിനെ വിളിക്കുന്ന പേരാണ് AC-യുടെ RMS വാല്യൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഇതിന്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പറയും സാർ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് IRMS എന്ന് പറയുന്നത് I0 ഡിവൈഡ് ബൈ √2 ആണ്. അതുപോലെ VRMS ആണ് സാറിന് പറയേണ്ടതെങ്കിൽ സാർ പറയണം V0 ഡിവൈഡ് ബൈ √2. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യമാണ്. സോ ഇതോടുകൂടിയാണെങ്കിൽ നമ്മൾ RMS വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.